എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും മതിവരാത്ത മനുഷ്യ മനസ്സിനെ വിശദമാക്കുന്ന ഒരു സങ്കല്പ കഥയുണ്ട്. ഒരിടത്ത് ഒരു കെട്ടിടത്തിൽ ഭർത്താക്കന്മാരെ ലഭിക്കുന്ന ഒരു അവസരമുണ്ട്. അതിന് കൃത്യമായ ഫീസ് അടച്ചാൽ ആർക്കും അവിടെ പ്രവേശിക്കാം. അങ്ങനെ ഒരു സ്ത്രീ ഭർത്താവിനെ കിട്ടുവാനായി അവിടെ ചെന്നു. അവിടുത്തെ നിബന്ധന ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് നിലയിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യാം. ആ നിലയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആ നിലയിൽ തന്നെയുള്ള ആളെ അവർ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ സ്ത്രീ 1-ാം നിലയിലെത്തി. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവാണ് ഇവിടെയുള്ളത്. ആ സ്ത്രീക്ക് സന്തോഷമായി. എന്നാലും അടുത്ത നിലയിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് അവർ പറഞ്ഞു, ശരി നമുക്ക് അടുത്ത നിലയിലേക്ക് പോകാം. അവർ അടുത്ത നിലയിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവിടെയുള്ളത് ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവാണ്, നല്ല സ്നേഹ സമ്പന്നനുമാണ്. അപ്പൊ സ്ത്രീക്ക് തോന്നി, എന്നാ 3-ാം നിലയിൽ ഒന്ന് പോയി നോക്കിയാലും അവിടെ എങ്ങനെയുള്ളതായിരിക്കും. അങ്ങനെ ആ സ്ത്രീ 3-ാം നിലയിലേക്ക് എത്തി. ആ 3-ാം നിലയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവാണ്, സ്നേഹ സമ്പന്നനാണ്, വീട്ടു ജോലികളിൽ സഹായിക്കുന്ന ആളാണ്. അവർക്ക് സന്തോഷമായി. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, എന്തായാലും ഫീസൊക്കെ കൊടുത്തതല്ലേ, 4-ാം നിലയിൽ എന്താണെന്ന് അറിയാമല്ലോ. അങ്ങനെ അവർ 4-ാം നിലയിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവാണ്, സ്നേഹസമ്പന്നനാണ്, വീട്ടു ജോലികളിൽ സഹായിക്കുന്ന ആളാണ്, മക്കളെ നോക്കുന്ന ആളാണ്. സന്തോഷമായെങ്കിലും ആ സ്ത്രീ വിചാരിച്ചു, എങ്കിൽ അടുത്ത നിലയിൽ കൂടി ഒന്ന് കയറി നോക്കാം. അങ്ങനെ അവർ 5-ാം നിലയിൽ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഒരു ബോർഡ് കണ്ടത്, നിങ്ങൾ 5,06,211 ആളാണ്, കൂടുതൽ മെച്ചപ്പെട്ടതിനെ തേടി വന്നയാൾ, ഇവിടെ ഒരു ഭർത്താവും ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിവരാതെ വീണ്ടും വീണ്ടും വേണമെന്ന ആവേശത്തോടെ, വീണ്ടും വീണ്ടും കിട്ടണമെന്ന ആർത്തിയോടെയല്ലേ നമ്മൾ പോകുന്നത്. ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, മക്കളെ നല്ലവരായി വളർത്തുവാൻ ഏതെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, പാലിക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്ന രക്ഷകർത്താക്കളാണോ നിങ്ങൾ? എങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യയും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, വേര്. കോപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.